ഹലോ ഗൈസ്, നമ്മൾ ഗോവയിൽ ഇവിടെയാണ്. സമയം 6:30 ആവുന്നു. ഫൈനലി നമ്മൾ ആരും ഗോവയ്ക്ക് പോയിട്ടില്ല. കോളേജിൽ ആരും പോയിട്ടില്ല. നമ്മളാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഗോവയിൽ വിടുന്നത്. നമ്മള് പോയി ഇട്ടാണെന്ന് വെച്ചല്ല, ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി. ഞാൻ വിചാരിക്കാം ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. പോണ വഴിയാണ് ചായ വേണ്ടവർക്ക് ചായ ഉണ്ട്, കോഫി വേണ്ടവർക്ക് കോഫി കഴിക്കും, എന്തെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർക്ക് കുടിക്കാം. നല്ല കട്ടിയുണ്ട് പാലിന്, കൊള്ളാം കേട്ടോ, നല്ലത്. നല്ല കോഫി ചൂടുണ്ട്. ഗോവ എത്തി ഗൈസ്, ഗോവ എത്തി. പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. പള്ളിയുടെ പേര് അല്പസമയത്തിനകം പറയുന്നതാണ്. നമുക്കറിയത്തില്ല ഗൈസ്, പറയാം. സെന്റ് ഫ്രാൻസിസ് സേവിയർ, അതാണ് ചർച്ചിന്റെ പേര്. സ്മാരകം, സ്മാരകോ, നല്ല വൃക്ഷം ഗൈസ്. കള്ളാമോ, ഇഷ്ടപ്പെട്ടാ? എന്തെന്നൊക്കെ പറയണടി. നമ്മൾ അങ്ങനെ ചർച്ചിൽ ഇറങ്ങി നെക്സ്റ്റ് അഗോഡ ഫോർട്ടിലോട്ടാണ് പോണത് ഗൈസ്. നമ്മള് ബസ്സിന്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇഷ്ടം പോലെ ഫോട്ടോസ് ഒക്കെ ഇനി അടുത്ത് അഗോഡ ഫോർട്ടിലേക്ക് കുറെ ഫോട്ടോ എടുക്കണം. ഇനി എടുക്കണം നമുക്ക് കുറെ. കുഞ്ഞു വരെല്ലാം കയറുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അന്ന് നമ്മൾ കഴിച്ചത് മീൽസാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഗോവയിൽ വന്നിട്ട് അത്രയ്ക്ക് മോശമല്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ഇത് ഗൈസ് ഗോവയിലെ റിസോർട്ടാണ്. നമ്മൾ റൂം ഇതാണ്. ഇതിനകത്ത് ഞാനും സൈറയും ഗായത്രി മാത്രമേ ഉള്ളൂ. ബാക്കി 4 ഈ റൂമിലാണ്. നമുക്ക് റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം ഗൈസ്. എല്ലാ റൂമും ഇത് കണക്കൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കയറപ്പോൾ തന്നെ ഒരു കബോർഡുണ്ട്, ഒരു ലോക്കറുണ്ട്. നമുക്ക് സ്വർണവും പണവും ഒക്കെ അവിടെ വെച്ചിട്ട് പോവാം. സേഫ് ആക്കി. കയ്യിലൊന്നുമില്ല, പക്ഷെ സ്വർണ്ണമൊക്കെ വെച്ചിട്ട് പോവാം. വലിയ കബോർഡാണ്. ബാത്റൂം ഉണ്ട്. ബാത്റൂം അത്രയ്ക്ക് വൃത്തിയൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നല്ലൊരു വലിയൊരു മിററണൊക്കെ ഉണ്ട്, അത് നല്ല രസമാണ്. നല്ല വെട്ടടിക്കും. ഗോവ ആസ്വദിക്കുന്ന ഗായത്രി. എന്തൊരു പക്ഷെ നല്ല ഈ റൂമിൽ നല്ല ഭംഗി വന്നത് ഈ മിറർ വന്നിട്ടാണ്. നല്ല രസമുണ്ട്. TV കണ്ടുകൊണ്ട് കിടന്നുറങ്ങാൻ നമുക്ക്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മളെ പെട്ടികൾ. എന്തൊരു പുച്ഛ സാറാ നിനക്ക്. നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുവരും ഗൈസ്.
ഇരുന്ന് കഴിക്കാം. രാത്രി നമ്മൾ ബീച്ചിൽ നൈറ്റ് ലൈഫും ബീച്ചും എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. പൂളിൽ ഇറങ്ങാം, പക്ഷെ നമ്മൾ പൂൾ ഇറങ്ങുന്നില്ല. കുറേ ദിവസം കൊണ്ട് പൂളിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പൂൾ ഉപേക്ഷിച്ചിട്ട് നൈറ്റ് ലൈഫും ബീച്ചും ആസ്വദിക്കാൻ പോവുകയാണ്. ഹലോ ഗായ്സ്, നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഡിന്നർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നു. എന്തൊക്കെ ഉണ്ടടി? ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, റൈസ് ഉണ്ട്. ഇതാണ് കഴിക്കണടി. നമുക്കൊണ്ട് കഴിയും. നോക്കാം നമുക്ക്. അല്ലേ ഗായത്രി? നല്ല വിശക്കുന്നുണ്ട് ഗൈസ്. നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴോ കഴിച്ചതാ ഉച്ചക്ക്. എന്നിട്ട് ഇനി ഇപ്പോഴാണ് കഴിക്കാൻ പോണത്. നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു ഫുഡ് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ബീച്ചിൽ പോവും. എന്നിട്ട് നൈറ്റ് ലൈഫൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും റൂമിൽ വരുന്നു, ഉറങ്ങുന്നു. അപ്പം ഞാൻ കഴിക്കട്ടെ. നമ്മൾ ഗോവ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിതാ ഇപ്പൊ ഇവിടെ ബീച്ചിലാണ് നിൽക്കുന്നത്. നൈറ്റ് വൈബ്സ് ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. രാത്രി ഇപ്പൊ സമയം 10:30 ആവാറ്. 10:30 കഴിഞ്ഞിട്ടായി. എന്നിട്ട് നമ്മളിവിടെ ബീച്ച് വൈബ്സ് ഒക്കെ കണ്ടോ. സൂപ്പർ. ഇവിടെ 3 മണി വരെ നൈറ്റ് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. 10:30 കഴിഞ്ഞു ഗൈസ്. 11 ആവാറായി. പക്ഷെ നമ്മൾ കേരളത്തിലാണ് ഇങ്ങനെ നടക്കുമോ? ഇവിടെ നോക്ക് ഗൈസ്, എല്ലാവരും നൈറ്റ് ലൈഫ് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്ക്, എല്ലാവരും കുറേ പേരുണ്ട്. നമ്മുടെ അമ്മമാര് കാണാനാണ്. അതിന് വേണ്ടിയിട്ട് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നടക്കൂല. നമുക്ക് ടൂറൊക്കെ വരുമ്പോഴിങ്ങനെ വരാനും കണക്കൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടേതായ ഇവിടെ രാത്രി 11 മണി. പക്ഷെ ഇപ്പൊ കണ്ട ഒരു 6-7 മണി നമ്മുടെ നാട്ടിൽ സമയത്ത് ആൾക്കാർ ഇറങ്ങത്തില്ല. പക്ഷെ ഇവിടെ ഫുൾ ആൾക്കാർ, എല്ലാരും 10 ഉറക്കമായി കാണും. നമ്മുടെ നാട്ടിൽ ഇവിടെ ആർക്കും ഉറപ്പില്ല ഗൈസ്. Happy birthday to you. Happy birthday to you. Happy birthday to you. ബർത്ത്ഡേ ഗോവ. എങ്ങനെയുണ്ട്? നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കൂലേ ഗോവയില് ബർത്ത്ഡേ? എക്സ്പീരിയൻസ് ആയിരുന്നു ഗോവയില്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടു? അന്ന് ഗായത്രിയുടെ മാത്രം ബർത്ത്ഡേ അല്ല, നമ്മളെ കൂടെയുള്ള ആഷിഖിയുടെ, നമ്മളെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവരും കൂടെ ബീച്ചിലൊക്കെ പോയി ഇരുന്ന് റൗണ്ടായിട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലും. പിന്നെ 2 ദിവസം നമ്മൾ ഗോവയിലുള്ളത്. അപ്പോൾ നാളത്തെ അതിൻ്റെ പ്ലാനിങ് ആണ് നമ്മളെല്ലാവരും കൂടെ അതിന് റൗണ്ടിലിരുന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് അടിപൊളി വൈബായിരുന്നു. സത്യം പറയാലോ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് 2 മണി വരെയൊക്കെ ബീച്ചിലൊക്കെ ഇരിക്കുന്നത്. അവിടെയാണെങ്കിൽ 2 മണിയായിട്ടും ആൾ കുറയുന്നില്ല, കൂടുന്നല്ലാതെ കുറയുന്നില്ല. സത്യം പറയാനുള്ള അടിപൊളിയായിരുന്നു. നമ്മൾ വീണ്ടും ഇരുന്നേനെ മാം വിളിച്ചോണ്ട് മാത്രം നമ്മൾ പിന്നെ ഇവിടെ നിന്ന് എണീച്ച് നേരെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ റൂമിൽ പോയി പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റും ഗോവയിൽ തന്നെ വേറൊരു സ്ഥലത്താണ് പോകുന്നത്. അപ്പം ശരി, ബൈ ബൈ. അങ്ങനെ പറഞ്ഞ